നമുക്കിടയിൽ അത്ര ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എന്ത്? നമ്മൾ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ, കർത്താവേ ഇറ്റേണൽ ലൈഫ്, നിത്യജീവിതത്തിന് ഞാൻ എന്ത് ചെയ്യണം? അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, പരീക്ഷ പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണം, കല്യാണം നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം, വീട് പണി പൂർത്തിയാകാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ രോഗം ഒന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യണം, അതൊക്കെ ചോദിക്കണം ഈശോയോട് നിശ്ചയമായിട്ട്. അതൊന്നും മോശമല്ല. പക്ഷെ ഉപരിയായൊരു ചോദ്യം കിടപ്പുണ്ട്. എന്താ അത്? നിത്യജീവിതം, ഇറ്റേണൽ ലൈഫ് അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാകണം. നിത്യതയെക്കുറിച്ചൊരു വിചാരം ഉണ്ടാകണമെന്ന്. നിർഭാഗ്യവശാൽ അത്തരം വിചാരങ്ങൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠം കർത്താവിൻ്റെ തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, കർത്താവെ നിത്യജീവിതത്തിലേക്ക് ഞാൻ ഒരുങ്ങാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ്.